76-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡ് വർണ്ണാഭമായി. ജാതിമത വർഗീയതയുടെയും മറ്റു തരത്തിലുള്ള വിഭജനങ്ങളുടെയും വിഷവിത്തുകൾ വളരാൻ അനുവദിച്ചുകൂടെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. രാജ്യത്തിന്റെ 76-ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ലോകത്ത് ലഭ്യമായ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവുമായ ഭരണഘടന നമ്മുടേതാണ്. രാജ്യത്തിന്റെ ഉന്നതമായ മതേതരത്വ മൂല്യങ്ങൾക്ക് ആയുസ്സുണ്ടാകണമെങ്കിൽ ഭരണഘടനയിൽ അത് രേഖപ്പെടുത്തണമെന്ന് അവർ കണ്ടു. മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരാളും വേർതിരിവ് നേരിടാനും ആക്രമിക്കപ്പെടാനും പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും നിലനിർത്താനും വൈവിധ്യങ്ങളെ കാത്തുസൂക്ഷിക്കുവാനും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം നിലനിൽക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ഇപ്രകാരം അറ്റിക്കുറുക്കി ഊതിക്കാച്ചി സംവിധാനം ചെയ്തെടുത്ത നമ്മുടെ പവിത്രമായ ഭരണഘടനയെ അംഗീകരിക്കാനും ആദരിക്കാനും ഹൃദയത്തോട് ചേർത്തുവെക്കാനും ഭരണഘടനാ മൂല്യങ്ങളുടെ കാവലാളാകാനും ഓരോ ഭാരതീയർക്കും ചുമതലയുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളുടെ കാവലാളാവാൻ നമ്മൾ ഓരോരുത്തർക്കും കടമയുണ്ട്. പുതിയ തലമുറയെ നേരിട്ട് ആക്രമിക്കുന്ന ലഹരിക്കെതിരെ നിതാന്തമായ ജാഗ്രതാ പ്രവർത്തനം അനിവാര്യമാണ്. ലഹരിമുക്ത ഇന്ത്യക്കായി ഒത്തൊരുമിച്ച് കൈകോർക്കണം. മാലിന്യത്തിനെതിരായ യുദ്ധത്തിൽ നമ്മുടെ സൈന്യമാണ് ഹരിതകർമ്മസേനയെന്നും അവരോടൊപ്പം നമുക്കും അണിനിരക്കാമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ലഹരി നിറയ്ക്കുന്ന അക്രമാസക്തതയും അരാജകത്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും അവിശ്വസനീയമായ വാർത്തകളായി നമുക്കിടയിൽ നിറയുകയാണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ ലഹരിമുക്ത ഇന്ത്യക്കായി നമുക്ക് കൈകോർക്കാം. എല്ലാത്തിലും ഒന്നാമതായ നാം പക്ഷേ അപമാനിക്കപ്പെടുന്നതും പുറകോട്ടു പോകുന്നതും മാലിന്യത്തിന്റെ പേരിലാണ്. നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാലിന്യത്തിനെതിരായ യുദ്ധത്തിൽ നമ്മുടെ സൈന്യമാണ് ഹരിതകർമ്മസേന. പക്ഷേ മാലിന്യത്തിനെതിരായ ഈ മഹായുദ്ധത്തിൽ അവർ മാത്രം പോരാ, നമ്മളെല്ലാവരും അതിന്റെ പടയാളികളാകണം. ജീവിതം കൊണ്ട് നാം ആ പോരാട്ടം അടയാളപ്പെടുത്തണം. വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള പുനരധിവാസം 2025 തന്നെ പൂർത്തിയാക്കുമെന്നും ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിലൂടെ ഒരു പുതിയ മോഡൽ ലോകത്തിന് തന്നെ സമ്മാനിക്കാൻ നമുക്ക് സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്രം ആവശ്യമായ പണം നൽകണമെന്നും കേരളത്തിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം ക്രിയാത്മകമായി പ്രതികരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിപുലമായി സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പ്ലറ്റൂണുകളുടെ സെറിമോണിയൽ പരേഡ് ദേശീയ പതാകയ്ക്ക് ആദരവ് പ്രകടിപ്പിച്ച് VIP-ക്ക് സല്യൂട്ട് നൽകി. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള ആംഡ് പോലീസ്, ആംഡ് റിസർവ് പോലീസ്, സിറ്റി റൂറൽ പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഫോറസ്റ്റ്, സിവിൽ ഡിഫൻസ്, NCC സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ തുടങ്ങി 24 പ്ലറ്റൂണുകൾ അണിനിരന്നു. തൃശൂർ ASP ഹാർദീവ് മീണ പരേഡ് നയിച്ചു. മികച്ച പ്ലറ്റൂണുകൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മേയർ MK വർഗീസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, തൃശൂർ റൂറൽ പോലീസ് മേധാവി P കൃഷ്ണകുമാർ തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ.